നീ ഒന്ന് പൊലിപ്പിച്ചേക്കണം. ഏറ്റവും മുത്തശ്ശ. How are you, my boy? ഫൈൻ മുത്തശ്ശ. മുത്തശ്ശൻ തനിച്ചോളടാ. തനിച്ചോ? ദാ വരുന്നു നിന്റെ 11 കസിൻ സിസ്റ്റേഴ്സ്. ഹലോ. ഹലോ. ഹായ്. ഹലോ. നമസ്കാരം. ഗേൾസ് സ്കൂൾ വിട്ട പോലെ ഉണ്ട്. മുത്തശ്ശി. എന്റെ രവി മോനെ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. എന്നാലും എന്റെ കുട്ടി, നിന്നെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വന്നല്ലോടാ. അതെ മുത്തശ്ശി, എനിക്ക് തിരക്കൊണ്ട് വരാൻ പറ്റാത്തതല്ലേ. എന്റെ ഒരു ഫുൾ ടൈം അറ്റൻഷൻ വേണം ഈ ഫാമിലി. സോറി, ബാഗ്, കൂലി. രവി, who is this gentleman? എന്റെ പാർട്ട്ണറാ. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലെ ഈ ഫാം നടത്തുന്നത്. കുട്ടികളൊന്നും മാറണേ. No, 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 no. Get up, get up. ആര് പറഞ്ഞിട്ട് കാലിൽ വീഴാൻ? എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. കാലിൽ വീഴുന്നവരെ ഒരിക്കലും നമ്പരുതെന്നാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. അല്ല, ഞാൻ മുത്തശ്ശനെ ഒന്ന് ബഹുമാനിക്കാൻ. അതിന് വേറെ വഴികളുണ്ടല്ലോ. അത് മുത്തശ്ശ, ഡെന്നിസിന് ആരുമില്ല റിലേറ്റീവ്സ് ആയിട്ട്. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മുത്തശ്ശനെ നേരിട്ട് കാണുന്നത്. അപ്പോ അതിന്റെ സന്തോഷം കൊണ്ട്. അല്ല, റിലേറ്റീവ്സ് ആരും ഇല്ലെന്ന് പറഞ്ഞ ഉണ്ട്. എനിക്ക് രവിയുണ്ട്. പിന്നെ ഇപ്പോ രവിയുടെ റിലേറ്റീവ്സ്. കഥകളെല്ലാം വിസ്തരിച്ച് അങ്ങ് വീട്ടിൽ ചെന്നിട്ടാവാം. ഓക്കെ, we'll go home. ഡെന്നിസെ, കുട്ടികളൊക്കെ നീ നിന്റെ വണ്ടിയില്. ട്രെയിനിൽ വെച്ച് മുത്തശ്ശനൊരാളെ ഇടിച്ചു. ഇടിക്കാതെ പിന്നെ എങ്ങനെ? സ്കൗണ്ടറൽ. പ്രായമായ പെൺകുട്ടികളെ കാണുമ്പോൾ ചിലവന്മാരുടെ ചില ചീപ്പ് ഷോ ഓഫ് ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. കൊടുത്തു മുഖം നോക്കി ഒരെണ്ണം. ഒരാളെ കൂടെ വിളിക്കണം, ഒത്തിരി ലഗേജ് ഉണ്ട്. ഡെന്നിസെ, നീ ഇതൊന്നും മാനേജ് ചെയ്തേക്കണേ. We'll go home, we'll go home. Let's go. സാറേ, ഇതൊന്ന് പിടിച്ചാ സാറേ. അതെ, ഇതും കൂടെ. എടാ പാർട്ട്ണറെ, ഈ പെട്ടി നോക്കാൻ പാർട്ട്ണർഷിപ്പ് ഇല്ലല്ലേ? വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. താങ്ക് യു. മുത്തശ്ശനത് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയായിരുന്നു. ഇത്രയും മനോഹരമായ ഒരു ഫാം വാങ്ങിയിട്ട് ഇതുവരെ നീ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാത്തതിൽ എനിക്ക് അല്പം വിഷമമുണ്ട്. അത് ഈ ഫാം ഒന്ന് ഫുൾ സിംഗിളായി ഒന്ന് ഫ്ലറിഷ്ഡ് ആയിക്കോട്ടെ കരുതിട്ടാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമ്മൾ പണ്ട് നൈനിറ്റാളില് താമസിച്ചില്ലേ ഒരു ക്യാമ്പ് ബംഗ്ലാവ്, അതുപോലെ ഉണ്ട്. അസലായിട്ടുണ്ട് കേട്ടോ മോനെ, മിടുക്കൻ. താങ്ക് യു മുത്തശ്ശി. ഇവൻ എന്റെ പേരക്കുട്ടിയാ. ഇവൻ ഇതല്ല ഇതിനപ്പുറവും അച്ചീവ് ചെയ്യും. ഓ, താങ്ക് യു. പശുക്കളുടെ ഈ ഫാം എവിടെയാ? പശുവാ? പശു അടുത്ത നമുക്ക് പോവാം. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? 1000 ഇല്ല, കുറച്ച് ചത്തുപോയി. ഒരു 700 കാണും ടോട്ടൽ നമ്പർ. നിന്റെ അമ്മയെ കൊണ്ടൊന്ന് കാണിക്കണം. അവൾക്ക് എപ്പോഴും പേടിയാ ഇവന്റെ കാര്യം. ഇവൻ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുകാന്ന് അറിയില്ലെന്നാ പറയാ. ഇയാൾ പാർട്ണർ എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അതോ വെറും വർക്കിംഗ് പാർട്ണർ മാത്രമോ? വർക്കിംഗ് പാർട്ണർ. പിന്നെ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് കുറച്ചുണ്ട്, എന്നാലും നല്ല വർക്കറാ. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. വരുന്ന വഴിക്ക് ലേക്കിനടുത്ത് എത്തിയപ്പോ കുട്ടികളൊക്കെ ബഹളം, അവിടെ നിർത്തണമെന്ന് പറഞ്ഞ് അതാ വൈകിയത്. അല്ല, എന്താ എല്ലാരും പുറത്ത് തന്നെ? അകത്തേക്ക്. പുറത്തെ ഭംഗി ശരിക്കും ആസ്വദിച്ച ശേഷം അകത്തേക്ക് കയറാമെന്ന് കരുതി. ഈ പെട്ടികളൊക്കെ എടുത്തൊന്ന് അകത്തേക്ക് വെക്കാനുള്ള. ആ മോനായി അവിടെ കണ്ടില്ല. മോനായി, സോറി, ഞങ്ങളുടെ ഒരു സെർവൻ ബോയ് അവനെ വിളിച്ചതാ. നീ എവിടെയായിരുന്നു? രവിസാറിന് അന്വേഷിച്ച് 2 പേര് വന്നിരുന്നു. അവരെ കൊണ്ടാക്കാൻ പോയതാ. എല്ലാത്തിനും നിനക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടാവുമല്ലോ. എന്റെ അന്വേഷിച്ച് ആര് വന്നു? ആ ബാങ്ക് മാനേജറും കൂടെ 1-2 പേരും കാണാൻ വന്നിരുന്നു. എന്താ ലോണിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ലോൺ പെട്ടെന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ സംഗതി പ്രശ്നമാവെന്ന് പറഞ്ഞു. അവരവരെ കണ്ണി പെടാണ്ട് പുറകുവശത്ത് റോട്ടിലൂടെ കൊണ്ടാക്കാൻ പോയതാ. എന്താ ചെയ്ത് തെറ്റായോ? താങ്ക് യു. ഓക്കെ, ആ പെട്ടിയൊക്കെ ഒന്ന് എടുത്തു വെച്ചിരോ? ആ പെട്ടിയൊക്കെ ഒന്ന് വേഗം എടുത്ത് വെച്ച് തരുമോ മുത്തശ്ശ?
മുത്തശ്ശ സോറി ഓക്കെ മുത്തച്ഛന്റെ മുറി അതായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഈ മുറി കൊടുക്കാനല്ലടാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഛേ, ആകെ ചളവായി. കണ്ടോ സാറേ? ഇത്തിരി എന്ത് കണ്ടോന്ന്? അല്ല, നമ്മുടെ ഈ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. അറേഞ്ച്മെന്റ്സ് ഒന്നും കുഴപ്പമില്ല. നീ ഇവിടെ കടന്ന് കൂടുതൽ അറേഞ്ച് ചെയ്യാതെ താഴേക്ക് പോ. ഈ അറേഞ്ച്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ സാർ? തൊഴുത്തിൽ ചാണകം വാരിയിട്ടില്ല, പോയി വാര്. പോയി ആ, വാരല്ലേ? വാര്. ഛേ, എന്തൊരു കഷ്ടം. അയ്യോ, sorry. എന്താണ്? ഓ, മുത്തശ്ശനായിരുന്നോ? ഞാൻ അല്ല, മുത്തശ്ശിക്ക് എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ പെയിൻ. പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റേതാവും. അല്ല, മുത്തശ്ശിക്ക് പണ്ട് റൊമാറ്റിക് കംപ്ലൈന്റ് ഇല്ലായിരുന്നോ? അങ്ങനെയുള്ളവർക്ക് ഈ കാലാവസ്ഥ ഒട്ടും പറ്റില്ല. ഇതൊന്നും അത്ര കാര്യമാക്കാനില്ലെന്നേ. എന്റെ കൂടെ ഹിമാലയം വരെ കയറിയിട്ടുള്ളവളാ ഇവള്. അതൊക്കെ നല്ല പ്രായത്തിലല്ലേ മുത്തശ്ശ? ഈ ചന്ദ്രഗിരി താഴ്വരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൂട് കലർന്ന തണുപ്പായതുകൊണ്ട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കടന്നു പിടിക്കാം. ഉദാഹരണത്തിന് മലമ്പനി, മന്ത്, വസൂരി, ഗ്യാസ് ട്രബിൾ. അതുകൊണ്ട് അധികം നാൾ ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. മാക്സിമം 2 days. റിട്ടേൺ ടിക്കറ്റ്. യു ആർ മിസ്റ്റേക്കൻ. ഞങ്ങളെ പോലെ റിട്ടയർ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് ഐഡിയൽ പ്ലേസ് ആയിരുന്നു. ആ. കുട്ടികളെയെല്ലാം വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ ഇവിടെ കൂടി കുറച്ചുകാലം ഇവിടെ താമസിച്ചാലെന്താ എന്നാലോചിക്കായിരുന്നു. എന്റെ അമ്മോ, എന്റെ അമ്മോ, എത്ര ഗുളിക മുത്തശ്ശി കഴിക്കുന്നേ? ഇതൊരു പെയിൻ കില്ലറും വൈറ്റമിൻ ടാബ്ലറ്റ്സും ആ, നീയാണോ മുത്തശ്ശിയുടെ നേഴ്സ്? നേഴ്സ് അല്ല, ആ ഡോക്ടർ. ഇവള് തേർഡ് ഇയർ MBBS-ന്. അല്ല, ദേവിക PDC-ക്ക് പഠിക്കുന്നു. PDC-ക്ക് പഠിച്ചിരുന്നു. 3 വർഷം മുൻപാണെന്ന് മാത്രം. ഓ, പിള്ളേരൊക്കെ എത്ര വേഗമാ. നിനക്കും ആയി വയസ്സ്. ഇനി വൈകാതെ വേണം ഒരു കല്യാണം. എന്തിനാ മുത്തശ്ശി? ഞാൻ ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോക്കോട്ടെ. അതൊന്നും പറ്റില്ല. നിന്റെ അമ്മയും ഞങ്ങളും കൂടി ആ കാര്യം സംസാരിച്ചു കഴിഞ്ഞു. നിന്റെ ഒരു എസ് കിട്ടിയാ മതി. അതും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുത്തശ്ശിയോട് പറഞ്ഞാ മതി. 5 എണ്ണമില്ലേ എലിജിബിൾ മുറപ്പെണ്ണുങ്ങള്? അതിലാര് വേണം അങ്ങ് തീരുമാനിക്കേ. ദാ പോകുന്നു ഒരു മുറപ്പെണ്ണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യേ. കല്യാണത്തിന്റെ കാര്യമൊക്കെ വിശദമായിട്ടൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു സാറേ. നമ്മുടെ ഫാമിലെ കറവക്കാരൻ മരുതിന്റെ ഭാര്യ തൂങ്ങിയെത്തു. ഇടിയൻ, മരണവും കല്യാണവും തമ്മിൽ എന്ത് ബന്ധമാടൂ? രണ്ടും 2 ഫംഗ്ഷനല്ലേ സാറേ? ആ, മുത്തശ്ശിയെ കോഫിയും. ആ കുട്ടികൾ വല്ലതും കഴിച്ചോ ആവോ? അയ്യോ, ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കാം, വലിയ കുട്ടികൾക്ക് മിൽക്ക് റെഡിയാണ്. ആ. ഇവിടെ വെള്ളത്തിനേക്കാൾ കൂടുതൽ പാലാണല്ലോ. ഞാൻ പോയി കുട്ടികളെ കാര്യം നോക്കേ. ആ. മുത്തശ്ശിയെ, ഏ? അല്ല, കുട്ടികളെ കുട്ടികളെ ഗേൾസ്. ഒരല്പം മട്ടുണ്ടല്ലേ? നോക്കിക്കേ, ആ ഹാമക്കി കിടന്ന് ആടുന്നില്ലേ? കണ്ണാടി. അതെ, കണ്ണാടിക്കോടും കൂട്ടി. അതാണ് ഗായത്രി, വേണുമാമന്റെ മോള്. ഓ, ഡൽഹി. യെസ്, ഭയങ്കര സ്റ്റുഡിയസാ. IAS കൊണ്ട് മലക്കൂന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. അവളുടെ ശരീരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് IPS ആവാം. ആവാം. കൂട്ടത്തിൽ ഇത്തിരി സീരിയസ്നെസ് കൂടുതൽ അവൾക്കാ. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. ഓഹോ. നെക്സ്റ്റ് ആ വീഡിയോ ക്യാമറ. അപർണ, വിജയമാമന്റെ മോള്, എഞ്ചിനീയറിംഗിന് പഠിക്കുക. സ്മാർട്ടാണ്. ചില നമ്പറുകളൊക്കെ കൈ കാണണം. അടുത്ത വീഡിയോക്ക് പോസ് ചെയ്യുന്നില്ലേ? വിശ്വമാമന്റെ മകള് ജ്യോതി. ആശാട്ടിപ്പൊടി ഗ്ലാമർ പാർട്ടിയാ, ബ്യൂട്ടി കോൺഷ്യസ്. ഒരു പ്രേമോളജി ലൈനിന് ചാൻസ് ഇല്ലാതില്ല. ആ, പിന്നെ ദാ ആ കുതിരയ്ക്ക് തീറ്റ കൊടുക്കുന്നില്ലേ? ദേവിക, MBBS-ന് പഠിക്കുക. ആരുടെ മോള? ട്രിവാൻഡ്രത്തുള്ള SP കരുണമാമന്റെ. ഓ, അതൊരു മിണ്ടാപ്പൂച്ചയാ. കലോടക്കാം. അവളെയും സംശയിക്കാം. ആലി കാറ്റ്, സൈലന്റ് കാറ്റ്. ഇപ്പൊ നിനക്ക് മൊത്തം ഒരു ചിത്രം കിട്ടിയില്ലേ? കിട്ടി. ഇനി എനിക്ക് വിട്ടേ. അല്ല, ഒരാളും കൂടി വരാനുണ്ട്. അതാരാ? ആമി, ബാലമാമയുടെ മകൾ അഭിരാമി. ആ, അവള് വരട്ടെ. അതിനു മുമ്പ് ഇക്കൂട്ടത്തിൽ ലവൾ ഉണ്ടോന്ന് ഞാൻ കണ്ടുപിടിച്ചു തരും. ഏറ്റോ? ഏറ്റടാ. എങ്ങനെ?